നമ്മളിന്ന് പോകുന്നത് കനകമല കുരിശുമുടി കയറാനാണ് കേട്ടാ. അപ്പൊ കനകമല പള്ളി വരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടകര ഹൈവേ നിന്നും ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് കനകമല പള്ളി വരുന്നത് കേട്ടാ. അപ്പൊ താഴെയാണ് കനകമല പള്ളി, അവിടെ നിന്നും മുകളിലേക്ക് കയറുമ്പോഴാണ് കനകമല കുരിശുമുടി വരുന്നത് കേട്ടാ. 50 നോയമ്പ് തുടങ്ങുമ്പോഴാണ് സാധാരണ കനകമല കുരിശുമുടി അത് കയറാനുള്ളത് ഓപ്പൺ ആവുക. 50 ദിവസവും അത് കഴിഞ്ഞിട്ട് ഒരു മാസം കൂടിയും ഒക്കെ ഓപ്പൺ ആക്കും കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ ലൈറ്റുകളൊന്നും ഉണ്ടാവില്ല. സാധാരണ എല്ലാവരും വൈകിട്ടാണ് കയറാറ്, രാവിലെയും കയറണവരുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോയത് രാവിലെ കയറാനായിരുന്നു. ഞങ്ങളൊരു 7:30 ആയപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കയറാൻ നമുക്ക് വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് കയറാൻ പറ്റൂ കേട്ടോ. അപ്പം മലകയറ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ കുരിശിൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വടിയുണ്ട്. അതായത് നമുക്കൊന്ന് കയറാൻ സപ്പോർട്ടിന് വേണ്ടി വടിയൊക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ വെള്ളമൊക്കെ നമുക്ക് വേണമെങ്കിൽ കരുതാം. അതെല്ലാം നമുക്ക് ഓരോ കുരിശിൻ്റെ അവിടേക്ക് ആയിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വയ്യായോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വിളിക്കാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 3000 അടി മുകളിലാണ് ഈ കുരിശുമുടി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കയറാൻ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. മലയാറ്റൂർ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും മല കയറാൻ വൈകിട്ടാണ് ഏറ്റവും രസം കേട്ടോ. വൈകിട്ട് കുറച്ച് ക്രൗഡ് ഉണ്ടാവും. പിന്നെ വൈകിട്ട് നമ്മൾ മല കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ നല്ല കഞ്ഞി കിട്ടും കേട്ടോ. കഞ്ഞിയുടെ കൂടെ കിട്ടുന്ന ചമ്മന്തി ഇല്ലേ, അതും നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇടദിവസങ്ങളിൽ പോണെങ്കിൽ തീരെ തിരക്കുണ്ടാവില്ല. അതല്ല വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ. നമ്മുടെ വീട് ഈ കനകമല പള്ളിക്ക് അടുത്തായതുകൊണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നോമ്പ് കാലം വരുമ്പോൾ അടുപ്പിച്ചൊക്കെ കയറാറുണ്ട്. അതല്ല ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും കയറാറുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും കൂടി വന്ന് കയറാറുണ്ട്. കുട്ടികളെയും കൊണ്ട് വരാറുണ്ട് കേട്ടോ. കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ വേഗം ഓടിച്ചാടി കയറും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മല കയറാൻ വരാൻ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ പ്രദേശത്തു നിന്നും അല്ലാതെയും ഒക്കെ അങ്ങനെ മല കയറാൻ അവിടേക്ക് വരാറുണ്ട് കേട്ടോ. പിന്നെ രാവിലെ സമയങ്ങളിൽ കയറണമെങ്കിലേ നല്ല കിളികളുടെ ശബ്ദവും ഒക്കെ നന്നായി കേൾക്കാൻ പറ്റും. പിന്നെ തിരക്കുണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് ഈ കാടിൻ്റെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ നന്നായി കേൾക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു 8-9 കുരിശൊക്കെ ആകുമ്പോഴുള്ള കാഴ്ചയൊക്കെ നല്ല രസമാട്ടോ. ശരിക്കും നമുക്കിങ്ങനെ നല്ല വ്യൂ ആയിട്ട് താഴെ നിന്ന് കാണാനും പറ്റും. പിന്നെ അപ്പൂപ്പൻ താടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ പിടിച്ച് പറത്തി പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ റെസ്റ്റ് ചെയ്ത് അങ്ങനെ പതുക്കെയാണ് കേട്ടോ ഞങ്ങൾ ഈ മലയൊക്കെ കയറിയത്. പിന്നെ മല കയറുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് ഇട്ടിട്ട് വരാം. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ വഴുക്കലുണ്ടാവും. അപ്പം നമുക്ക് നന്നായി സ്ട്രോങ് ആയിട്ട് കയറാൻ പറ്റിയ ചെരുപ്പ് ഇട്ടിട്ട് വരാം. വഴുക്കാത്ത രീതിയിലുള്ളതൊക്കെ. കുത്തനെയുള്ള കയറ്റങ്ങളുണ്ടാവും. പിന്നെ പാറകളിലെ ചവിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമാണ്. ചിലപ്പോൾ സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലും കുത്തനെയുള്ള കയറ്റങ്ങളാണ്. അത് മാത്രമല്ല ഇങ്ങനെ ഓരോ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ വേണം കൂടുതൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരും ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇടവിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരണമെങ്കിൽ ആ കുപ്പികൾ നമ്മൾ അവിടെ ഇവിടെ വലിച്ചെറിയാതിരിക്കുക. അവിടെ ഓരോ ഡസ്റ്റ്ബിന്നുകളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ തന്നെ നിക്ഷേപിക്കുക. വേസ്റ്റുകൾ എന്തായാലും നമ്മൾ അവിടെ തന്നെ നിക്ഷേപിക്കുക. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറി മുകളിലെത്തുമ്പോഴുള്ള കാഴ്ചയില്ല, അത് അടിപൊളി കാഴ്ചയാണ് കേട്ടോ. എന്ത് വ്യൂ ആണെന്നറിയോ. നല്ല കാറ്റൊക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബായിട്ട് അവിടെ എത്തുമ്പോൾ. ഞങ്ങൾ ചെന്ന് പിന്നെ ആ പാറപ്പുറത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പള്ളിയിലേക്ക് കയറി തൊഴാറ്. അവിടെ ചെന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് പിന്നെയും കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മല ഇറങ്ങാം. പിന്നെ കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. നമുക്ക് ഇറങ്ങാൻ നമുക്ക് ഇത്തിരിയും കൂടി സിമ്പിളായിട്ട് വേഗം ഇറങ്ങാൻ പറ്റും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചിറങ്ങണം, കാല് സ്ലിപ്പാവാതിരിക്കാൻ. അപ്പോൾ നിങ്ങൾ കനകമല പള്ളിയൊക്കെ കയറാറുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ എന്നുള്ള വീഡിയോയുടെ താഴെ നമുക്ക് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.